നമസ്കാരം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ക്രൂസ് കൺട്രോൾ സംവിധാനം യൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെ ക്രൂസ് കൺട്രോളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ വാഹനം എങ്ങനെ വേഗത കുറയ്ക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ വെൽക്കം ടു മൈ ചാനൽ RC മല്ലു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ദുബായിലെ ഏറ്റവും തിരക്കേറിയ റോഡായ ഷെയ്ഖ് സായദ് റോഡിലൂടെ ഒരു വ്യക്തി കാറുമായി പോകുമ്പോൾ തൻ്റെ കാറിലെ ക്രൂസ് കൺട്രോൾ സംവിധാനം അദ്ദേഹം യൂസ് ചെയ്യുകയും തുടർന്ന് അതിന് തകരാറ് സംഭവിക്കുകയും അയാൾക്ക് തൻ്റെ കാറിൻ്റെ വേഗത നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് മാറുകയുമുണ്ട്. എന്നാൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് ദുബായിയുടെ നാഷണൽ എമർജൻസി നമ്പറായ 999 വിളിച്ച് ദുബായ് പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. ദൈവസഹായത്താലും ദുബായ് പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലവും അദ്ദേഹത്തിന് യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ഇതേ തുടർന്ന് ദുബായ് പോലീസും ദുബായ് RTOയും ഒരു അഡ്വൈസറി നോട്ട് പുറത്തിറക്കുകയുണ്ടായി. അൽ ഖജീജ് ടൈംസ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സോ ഇന്ന് ഈ അൽ ഖജീജ് പ്രസിദ്ധീകരിച്ച വീഡിയോയെ ആസ്പദമാക്കി ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ക്രൂസ് കൺട്രോൾ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ നൽകുന്ന ഒരു നിശ്ചിത വേഗത്തിൽ വാഹനം ഓട്ടോമാറ്റിക്കായി ആക്സലറേഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനെയാണ് ക്രൂസ് കൺട്രോൾ. അത് എപ്പോഴാണോ ഡ്രൈവർ അതിൻ്റെ ബ്രേക്കിൽ കാല് അമർത്തുന്നത് അല്ലെങ്കിൽ ക്രൂസ് കൺട്രോൾ മാനുവലി ഓഫ് ചെയ്ത് ആ നിമിഷം ഇതിൻ്റെ വേഗത നമുക്ക് മാനുവലായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിലോട്ട് ഓട്ടോമാറ്റിക് അത് ഷിഫ്റ്റ് ചെയ്യും. എന്നാൽ ഇങ്ങനെ തകരാറ് സംഭവിച്ചാൽ നമുക്ക് വാഹനത്തിൻ്റെ വേഗത എങ്ങനെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലോട്ട് നമുക്ക് ആ വാഹനത്തെ മാറ്റാൻ സാധിക്കും എന്നതായിരുന്നു ദുബായ് പോലീസ് ഇറക്കിയ വീഡിയോയുടെ സാരം. ഞാനിതത് ചെറിയ സ്ലൈഡുകളാക്കി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. സപ്പോസ് ഇത് നമ്മുടെ വണ്ടിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാനിക് ആവാതെ അല്ലെങ്കിൽ കാമായിട്ട് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്നതാണ്. ഒന്നാമതായി വണ്ടിയുടെ ഹസാർഡ് ലൈറ്റുകൾ ഓണാക്കുകയും ഹെഡ് ലൈറ്റുകളും ഓണാക്കുക. മൂന്നാമത് നമുക്ക് അതാത് രാജ്യങ്ങളുടെ നാഷണൽ എമർജൻസി നമ്പർ ഏതാണോ അതിലോട്ട് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമുക്ക് പോലീസിൻ്റെ സഹായം തേടുകയും ചെയ്യാം. കുവൈറ്റിലാണെങ്കിൽ 112 വിളിച്ച് നമുക്ക് പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിക്കാം. നാലാമതായിട്ട് വണ്ടിയുടെ ട്രാൻസ്മിഷൻ ന്യൂട്രലൊക്കെ ആക്കുക. അടുത്തതായിട്ട് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. ഇതൊന്നും ഫലവത്തായില്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ ബ്രേക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വണ്ടിയുടെ വേഗത നിയന്ത്രിക്കാൻ ശ്രമിക്കാം. ഈ സ്റ്റെപ്പുകളൊന്നും ഫലവത്താകുന്നില്ലെങ്കിൽ സ്റ്റിയറിംഗ് നന്നായി ടൈറ്റായി പിടിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. മുൻപ് പറഞ്ഞ ഒരു സ്റ്റെപ്പുകളും വർക്കായില്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ ട്രാൻസ്മിഷൻ അതായത് ഗിയർ ന്യൂട്രലോട്ടും ഡ്രൈവിലോട്ടും മാറ്റി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി മാനുവലായിട്ട് അതിൻ്റെ കൺട്രോൾ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ കൺട്രോൾ ഒരു പക്ഷേ കിട്ടിയെങ്കിൽ പോലീസ് വരുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയുടെ കൺട്രോൾ കിട്ടിയെങ്കിൽ എത്രയും പെട്ടെന്ന് സേഫായി വണ്ടി റോഡ് സൈഡിലോട്ട് മാറ്റിയിട്ട് പോലീസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ യൂസർ മാനുവൽ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് ഇതൊക്കെയൊന്നും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഡ്രൈവ് സേഫ്ലി, സ്റ്റേ സേഫ്ലി. അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് RC മല്ലു.